നമസ്കാരം. റീറ്റെയിൽ ബാങ്കിങ്ങിന്റെ ലോകത്തേക്ക് സ്വാഗതം. ഈ ഒരു ചർച്ചയിലൂടെ നമ്മൾ റീറ്റെയിൽ ബാങ്കിങ്ങിലെ പ്രധാനപ്പെട്ട പ്രോഡക്റ്റുകളെക്കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വളരെ ലളിതമായി മനസ്സിലാക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് പഠിക്കുന്നവർക്ക് ഈ ആശയങ്ങളൊക്കെ എളുപ്പത്തിൽ പിടികിട്ടാൻ ഇതൊരുപാട് സഹായിക്കും. ഓക്കെ, അപ്പൊ നമ്മള് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ബാങ്കിങ്ങിന്റെ രണ്ട് അടിസ്ഥാന വശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഒരു ലോൺ എടുക്കുന്ന ആളുടെ പ്രൊഫൈൽ എങ്ങനെയായിരിക്കണം, ലോൺ കിട്ടാനുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പരിശോധിക്കും. അതിനുശേഷം ഡെപ്പോസിറ്റുകളെക്കുറിച്ചും പണം അയക്കുന്നതിനെക്കുറിച്ചും, അതായത് റെമിറ്റൻസിനെക്കുറിച്ചും, അവസാനം ഇന്നത്തെ കാലത്തെ പുത്തൻ ഫണ്ട് ട്രാൻസ്ഫർ രീതികളെക്കുറിച്ചും സംസാരിക്കും. ശരി, നമുക്ക് ആദ്യം തുടങ്ങാം. ഒരു റീറ്റെയിൽ ബാങ്ക് എങ്ങനെയാണ് ശരിക്കും പ്രവർത്തിക്കുന്നത്? അതിന്റെ ആണിക്കൽ എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് കാറ്റഗറികളാണ്. നമുക്കത് എന്താണെന്ന് നോക്കാം. ഈ ഒരാശയം മാത്രം മതി എല്ലാം മനസ്സിലാക്കാൻ. വളരെ സിമ്പിളാണ്. ബാങ്കിന് രണ്ട് തരം പ്രോഡക്റ്റുകളുണ്ട്. ഒന്ന് അസറ്റ് പ്രോഡക്ട്സ്, അതായത് ലോണുകൾ. ബാങ്ക് നിങ്ങൾക്ക് പണം കടം തരുമ്പോൾ അത് അവർക്കൊരു അസറ്റാണ്. ഒരു അസറ്റാണ് കാരണം അതിൽ നിന്ന് പലിശ രൂപത്തിൽ വരുമാനം കിട്ടുമല്ലോ. ഇനി മറ്റേ സൈഡ് നോക്കിയാലോ, അതാണ് ലയബിലിറ്റി പ്രോഡക്ട്സ്, അതായത് നമ്മുടെ ഡെപ്പോസിറ്റുകൾ. നമ്മൾ ബാങ്കിന് പണം കൊടുക്കുമ്പോൾ അതവർക്കൊരു ബാധ്യതയാണ്, കാരണം ആ പണം നമുക്ക് തിരിച്ചു തരാൻ അവർക്ക് കടമയുണ്ട്, അല്ലേ? അപ്പൊ ഈ അസറ്റ് പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാല് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഹോം ലോൺ, വെഹിക്കിൾ ലോൺ, ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഇതിൽ വരും. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു കാർ ലോൺ എടുക്കുമ്പോൾ ആ കാറ് ബാങ്കിന് ഹൈപ്പോത്തക്കേറ്റ് ചെയ്യുകയാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ലോൺ അടച്ചു തീരുന്നതുവരെ ആ വാഹനത്തിന്മേൽ ബാങ്കിനും ഒരു അവകാശമുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സുരക്ഷിതമായ അസറ്റായി മാറുന്നു. ഇനി ലയബിലിറ്റി പ്രോഡക്റ്റുകളുടെ കാര്യം നോക്കാം. നമ്മുടെ എല്ലാം കയ്യിലുള്ള സേവിങ്സ് അക്കൗണ്ട്, കറന്റ് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, അതായത് FDs, ഇതെല്ലാം ബാങ്കിന് ഒരു ലയബിലിറ്റിയാണ്. കാരണം എന്താ? ഈ പണമൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ തിരികെ നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. അത്രയുള്ളൂ. ശരി, ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ബാങ്ക് നിങ്ങൾക്ക് ഒരു അസറ്റ് പ്രോഡക്റ്റ്, അതായത് ഒരു ലോൺ തരുന്നതിന് മുൻപ് അവർക്ക് ഉറപ്പുവരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആ ലോൺ തിരിച്ചടയ്ക്കാൻ കഴിവുള്ള, വിശ്വസിക്കാവുന്ന ഒരാളാണോ എന്ന് അവർക്കറിയണം. അപ്പോ ഒരു ബാങ്ക് ആദ്യം തന്നെ എന്തായിരിക്കും ചെക്ക് ചെയ്യുക? സംശയം വേണ്ട, അത് നിങ്ങളുടെ സിബിൽ സ്കോർ തന്നെയായിരിക്കും. ഈ സിബിൽ സ്കോർ എന്ന് പറയുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളുടെ ഒരു റിപ്പോർട്ട് കാർഡ് പോലെയാണ്. 300 മുതൽ 900 വരെയുള്ള ഒരു മൂന്നക്ക നമ്പർ. ഈ സ്കോർ നോക്കിയാൽ മതി നിങ്ങൾ കൃത്യമായി കടം തിരിച്ചടയ്ക്കുന്ന ആളാണോന്ന് ബാങ്കിന് മനസ്സിലാക്കാൻ. സ്കോർ എത്ര കൂടുന്നോ അത്രയും നല്ലത്. ബാങ്കുകൾക്ക് നിങ്ങളിലുള്ള വിശ്വാസവും കൂടും. അപ്പോ ഈ സിബിൽ സ്കോർ എങ്ങനെയാണ് കണക്കാക്കുന്നത്, അല്ലേ? നോക്കൂ, ഇതിലെ ഏറ്റവും വലിയ പങ്ക്, അതായത് ഒരു 35% നിങ്ങളുടെ റീപേയ്മെന്റ് ഹിസ്റ്ററിക്കാണ്. സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങൾ ലോണിന്റെ EMIയോ ക്രെഡിറ്റ് കാർഡ് ബില്ലോ കൃത്യസമയത്ത് അടയ്ക്കാറുണ്ടോ എന്നുള്ളതാണ് വിഷയം. അത് തെറ്റിയാൽ സ്കോർ പെട്ടെന്ന് താഴോട്ടു പോകും. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, 30% വരുന്നത് ക്രെഡിറ്റ് യൂട്ടിലൈസേഷനാണ്. അതായത് നിങ്ങൾക്ക് 1 ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ എത്രമാത്രം ഉപയോഗിക്കുന്നു എന്നത്. എപ്പോഴും കുറച്ച് ഉപയോഗിക്കുന്നതാണ് സ്കോറിന് നല്ലത്. ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയുടെ പഴക്കം, ഏതൊക്കെ തരം ലോണുകൾ എടുത്തിട്ടുണ്ട്, പിന്നെ ഈയിടെയായിട്ട് പുതിയ ലോണിന് വല്ലതും അപേക്ഷിച്ചിട്ടുണ്ടോ എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. അപ്പോ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. നിങ്ങളുടെ സ്കോർ 750-ന് മുകളിലാണെങ്കിൽ അത് എക്സലന്റ് ആണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ ലോൺ കിട്ടാനും നല്ല പലിശ നിരക്ക് ലഭിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ സ്കോർ കുറയും തോറും ലോൺ കിട്ടാനുള്ള സാധ്യത കുറയുക മാത്രമല്ല, പലിശ നിരക്ക് കൂടാനും സാധ്യതയുണ്ട്. 550-ൽ താഴെയാണെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട, മിക്കവാറും ലോൺ കിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും 750-ന് മുകളിൽ സ്കോർ നിലനിർത്താൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ സിബിൽ സ്കോറൊക്കെ നല്ലതാണെന്ന് വെക്കാം. ഇനി എന്താണ് അടുത്തത്? ലോൺ കിട്ടുന്നതിനുള്ള ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ തുടങ്ങുകയായി. അതിന് കൃത്യമായ ചില ഘട്ടങ്ങളുണ്ട്. ഏതൊരു റീറ്റെയിൽ ലോണിനും ഈ 6 സ്റ്റെപ്പുകളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യം നിങ്ങളുടെ യോഗ്യത, അതായത് പ്രായം, വരുമാനം, ക്രെഡിറ്റ് സ്കോറൊക്കെ നോക്കും. പിന്നെ എന്തിനാണ് ലോൺ എന്നതിന്റെ കാരണം പരിശോധിക്കും. അടുത്തത് സെക്യൂരിറ്റിയാണ്, അതായത് വസ്തുവോ വാഹനമോ പോലെയുള്ള ഈടുകൾ വിലയിരുത്തും. എല്ലാം ഓക്കെയാണെങ്കിൽ ലോൺ തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. അതാണ് ഡിസ്ബേഴ്സ്മെന്റ്. പിന്നെ EMI ആയിട്ടുള്ള തിരിച്ചടവ്. അവസാനം തിരിച്ചടവ് മുടങ്ങിയാൽ പണം തിരിച്ചു പിടിക്കാനുള്ള നടപടികളും ഇതിൽ വരും. ശരി, നമുക്കിനി വീണ്ടും ബാങ്കിന്റെ മറ്റേ വശത്തേക്ക്, അതായത് ലയബിലിറ്റി പ്രൊഡക്റ്റുകളിലേക്ക് വരാം. ഡെപ്പോസിറ്റുകളുടെ കാര്യത്തിൽ ബാങ്കുകൾ എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത് എന്നും പണം
ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എങ്ങനെയാണ് അയക്കുന്നതെന്നും നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ബാങ്കുകൾ വെറും സേവിങ്സ് അക്കൗണ്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഒരുപാട് പുതിയ ഡെപ്പോസിറ്റ് പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഫ്ലെക്സി ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സ്വീപ്പിൻ അക്കൗണ്ട്. ഇതിൽ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിലെ ഒരു നിശ്ചിത തുകയ്ക്ക് മുകളിലുള്ള പണം ഓട്ടോമാറ്റിക്കായി FDയിലേക്ക് മാറും. അപ്പോൾ കൂടുതൽ പലിശ കിട്ടും. അതുപോലെ നികുതി ലാഭിക്കാൻ സഹായിക്കുന്ന ടാക്സ് സേവർ FDs, മൊബൈൽ വഴി തന്നെ എളുപ്പത്തിൽ തുടങ്ങാവുന്ന ഡിജിറ്റൽ FDs, എന്നിന് പരിസ്ഥിതി സൗഹൃദ പ്രൊജക്ടുകൾക്ക് വേണ്ടി പണം ഉപയോഗിക്കുന്ന ഗ്രീൻ ഡിപ്പോസിറ്റ് സ്കീംസ് വരെ ഇന്നുണ്ട്. ഇനി എന്താണ് ഈ റെമിറ്റൻസ്? ഇത് നമ്മൾ സ്ഥിരം കേൾക്കുന്ന വാക്കാണ്. ഒരാൾ മറ്റൊരാൾക്ക് പണം അയക്കുന്നതിനെയാണ് റെമിറ്റൻസ് എന്ന് പറയുന്നത്. ഇത് രാജ്യത്തിനകത്തുമാകാം, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് നാട്ടിലേക്കുമാകാം. ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാൾ വീട്ടിലേക്ക് പണം അയക്കുന്നത് ഒരു മികച്ച ഉദാഹരണമാണ്. പല കുടുംബങ്ങളുടെയും, നമ്മുടെ സമ്പദ്വ്യവസ്ഥയുടെ തന്നെ ഒരു പ്രധാന ഭാഗമാണ് ഈ റെമിറ്റൻസസ്. പണ്ട് ചെക്ക് കൊടുത്ത് അത് ക്ലിയർ ആകാൻ ദിവസങ്ങളോളം കാത്തിരുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഇന്നതൊക്കെ മാറി. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ പണം കൈമാറുന്നത് വളരെ വേഗത്തിലും എളുപ്പത്തിലുമായി. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഫണ്ട് ട്രാൻസ്ഫർ രീതികളാണിവ. NEFT. ഇത് സാധാരണയായി ചെറിയ ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്നു. പണമെത്താൻ കുറച്ച് സമയമെടുക്കും. RTGS ആണെങ്കിൽ വലിയ തുകകൾക്ക് വേണ്ടിയുള്ളതാണ്. അതായത് കുറഞ്ഞത് 2 ലക്ഷം രൂപ. ഇത് തത്സമയം തന്നെ അക്കൗണ്ടിലെത്തും. പിന്നെ IMPS. ഇത് 24 മണിക്കൂറും എപ്പോൾ വേണമെങ്കിലും തൽക്ഷണം പണം അയക്കാൻ സഹായിക്കുന്നു. പക്ഷേ ഇതിലെല്ലാം ഉപരി വിപ്ലവം സൃഷ്ടിച്ചത് UPI ആണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ മൊബൈൽ ഉപയോഗിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ പണം അയക്കാം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UPIയുടെ വരവോടെയുണ്ടായ മാറ്റമാണ്. ഒരു മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഒരു വെർച്വൽ ID മാത്രം മതി. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പണമയക്കാം. ഇത് ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്തുണ്ടാക്കിയ സ്വാധീനം വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാല്, ബാങ്കിംഗ് എന്ന് പറയുന്നത് അസെറ്റ്, അതായത് ലോൺ കൊടുക്കുന്നതും, ലയബിലിറ്റി, അതായത് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നതും തമ്മിലുള്ള ഒരു ബാലൻസാണ്. ലോൺ കിട്ടണമെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ വളരെ പ്രധാനമാണ്. എപ്പോഴും 750-ൽ കൂടുതൽ നിലനിർത്താൻ ശ്രമിക്കുക. ഏതൊരു ലോണിനും കൃത്യമായ 6 സ്റ്റെപ്പുകളുണ്ട്. പിന്നെ UPI, IMPS പോലുള്ള സംവിധാനങ്ങൾ വന്നതോടെ പണം കൈമാറ്റം വളരെ എളുപ്പമായി. അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്കായി ഒരു ചോദ്യം. ഈ UPIയുടെയും ഡിജിറ്റൽ ബാങ്കുകളുടെയും ഒക്കെ വരവോടെ പരമ്പരാഗത ബാങ്കിംഗ് ഉൽപ്പന്നങ്ങളിൽ ഏതായിരിക്കും ആദ്യം കാലഹരണപ്പെട്ടു പോകാൻ സാധ്യത? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ടെക്നോളജി ഇങ്ങനെ മുന്നോട്ടു പോകുമ്പോൾ അടുത്ത 10 വർഷത്തിനുള്ളിൽ ബാങ്കിങ്ങിന്റെ രൂപവും ഭാവവും എങ്ങനെയായിരിക്കും മാറുക?